കാറ് കണ്ട് കൊതിച്ച 13 വയസ്സുകാരനെ ആട്ടിയിറക്കി വിട്ടപ്പോൾ അവൻ അവൻ്റെ 36-ാം വയസ്സ് സ്വന്തമാക്കിയത് സ്വന്തമായൊരു വിമാനം, അതും ₹1 പോലും കടമില്ലാതെ. ആയിരക്കണക്കിന് കോടികളുടെ ബിസിനസ് സാമ്രാജ്യം, ആഡംബര കാറുകളുടെ അതിശയിപ്പിക്കുന്ന വിസ്മയം, ബാംഗ്ലൂരിലെ ആകാശരേഖ വരെ മാറ്റിയെഴുതിയ റിയൽ എസ്റ്റേറ്റ് വിപ്ലവങ്ങൾ. ഡോക്ടർ സി.ജെ. റോയിയുടെ ജീവിതം ഒരു സിനിമാ കഥയേക്കാൾ വിസ്മയകരമായിരുന്നു. ആ ഒരു കഥയ്ക്ക് ഇങ്ങനൊരു ദാരുണ അവസാനമുണ്ടാകുമെന്ന് ബിസിനസ് ലോകം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ബാംഗ്ലൂരിലെ ഒരു മലയാളി കുടുംബത്തിലാണ് സി.ജെ. റോയിയുടെ ജനനം. BPL, HP, TVS എന്നീ വമ്പൻ കമ്പനികളിലെ ജോലി ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു മൂലധനം കോൺഫിഡൻസ് ആയിരുന്നു, അഥവാ ആത്മവിശ്വാസം. സാങ്കേതിക വിദ്യകൾ മാറി മറിയുന്ന കാലത്ത് 100 വർഷങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന ഒന്നുണ്ടാകണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തെ റിയൽ എസ്റ്റേറ്റിലേക്ക് നയിച്ചത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതിനൊരിക്കലും പ്രശസ്തി നഷ്ടപ്പെടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം. കടക്കെണിയിൽ അകപ്പെടുന്ന ബിസിനസ് മേഖലകൾക്കിടയിൽ ബാങ്ക് വായ്പയില്ലാതെ ബിസിനസ് വളർത്താമെന്ന് അദ്ദേഹം തെളിയിച്ചു. സീറോ ഡെപ്റ്റ് എന്നത് അദ്ദേഹത്തിന്റെ വെറും വാക്കായിരുന്നില്ല, ജീവിത തത്വമായിരുന്നു. കുടുംബ പേരുകളോട് ചേർന്ന ഗ്രൂപ്പ് നാമങ്ങൾക്ക് പകരം കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. വിദേശ രാജ്യങ്ങളിൽ ഉച്ചരിക്കാൻ എളുപ്പവും അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ആത്മാവ് വ്യക്തമാക്കുന്നതുമായ ഒരു പേരായിരുന്നു അത്. കാറുകളോട് പ്രത്യേക പ്രണയമായിരുന്നു അദ്ദേഹത്തിന്. ഒരു കാലത്ത് 12 റോൾസ് റോയ്സ് കാറുകൾ വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 10 കോടി രൂപ വരുന്ന ഫാൻറ്റം 8-ലായിരുന്നു അദ്ദേഹം യാത്ര ചെയ്യാറ്. ആഡംബര പ്രദർശനമല്ല, കഠിനാധ്വാനത്തിന് ഞാൻ എനിക്ക് നൽകുന്ന സമ്മാനമാണ് ഇതെല്ലാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷേ ഈ ആഡംബരത്തിനെല്ലാം തുടക്കം കുറിച്ചത് 10,000 രൂപയുടെ മാരുതി 800 എന്നായിരുന്നു. ഒരു കാലത്ത് ആ മാരുതി 800 അദ്ദേഹം വിറ്റുപോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം അത് സ്വന്തമാക്കിയത് ലക്ഷങ്ങൾ വില കൊടുത്തിട്ടാണ്. ജീവിതാവസാനം വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കാർ ഉണ്ടായിരുന്നു. ബിസിനസ്സുകാരൻ എന്നതിലുപരി ഒരു കലാകാരൻ കൂടിയായിരുന്നു സി.ജെ. റോയ്. ഒരു പരിശീലനം നേടിയ മജീഷ്യൻ, കോളേജ് കാലത്ത് മാജിക് ഷോകൾ നടത്തിയ ഒരാൾ. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് 12ഓളം സിനിമകൾ ചെയ്തു. ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകൾ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നില്ല, ജനങ്ങളിൽ ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു വഴിയും കൂടിയായിരുന്നു. വിജയത്തിന്റെ ഉയരത്തിൽ നിൽക്കുമ്പോഴും പാവപ്പെട്ടവരെ മറക്കാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. 201 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ബിഗ് ബോസ് വിജയിക്ക് 50 ലക്ഷം രൂപയുടെ സമ്മാനം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലെ കരുണയുടെ തെളിവാണ്. എന്നാൽ എല്ലാം മറികടന്ന് ആദായ നികുതി വകുപ്പിന്റെ നിരന്തരമായ പരിശോധന അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരുന്നു. ഒടുവിൽ 2026 ജനുവരി 30 സ്വന്തം ഓഫീസിൽ, സ്വന്തം റൂമിൽ വെച്ച്, സ്വന്തം തോക്കുപയോഗിച്ച് ഡോക്ടർ സി.ജെ. റോയ് തന്റെ ജീവിതം അവസാനിപ്പിച്ചു. വിജയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായ ഒരാളുടെ അന്ത്യമാണ് ഇന്ത്യൻ ബിസിനസ് ലോകം കണ്ടത്.